താൻ യൂദയായിൽ ആയിരിക്കുമ്പോൾ ബഥാനിയായിലെ തന്റെ സുഹൃത്തുക്കൾ ആയിരുന്ന മർത്ത, മറിയം, ലാസർ എന്നിവരുടെ ഭവനത്തിൽ താമസിക്കുക എന്നത് യേശുവിന് വളരെയേറെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇതിലൊരു സന്ദർശനം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ അവസരത്തിൽ മർത്ത വളരെ ധൃതിയോടുകൂടി തന്റെ ഗുരുവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മറിയം തന്റെ ജോലിയിൽ സഹായിക്കാത്തത് കണ്ട് അവളോട് തന്റെ ജോലിയിൽ സഹായിക്കുവാൻ പറയുവാൻ മർത്ത യേശുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ യേശുവിന്റെ മറുപടി അവളെ അത്ഭുതസ്ഥയാക്കി. മറിയം ശരിയായ ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. കുലീനരും സമ്പന്നരുമായിരുന്ന മർത്തായുടെ മാതാപിതാക്കൾ തങ്ങളുടെ ഗുരുവായിരുന്ന യേശുവിന് ആതിഥ്യമരുളുകയും പരിചരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വളരെയേറെ ഉത്സാഹം കാണിച്ചിരുന്നു. യേശു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം മർത്തായെയും അവളുടെ സഹോദരി മറിയം, സഹോദരൻ ലാസർ, വേലക്കാരിയായിരുന്ന മാർസെല്ല എന്നിവരെയും മർത്തായുടെ കുടുംബത്തെയും നിരവധി ക്രിസ്ത്യാനികളെയും ജൂതന്മാർ പിടികൂടി. നാവികരോ തുഴയോ ഇല്ലാത്ത ഒരു കപ്പലിൽ അവരെ ഇരുത്തി പുറം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ആ കപ്പൽ തകർന്ന് അവരെല്ലാവരും മുങ്ങിമരിക്കാൻ വേണ്ടിയായിരുന്നു ജൂതന്മാർ അപ്രകാരം ചെയ്തത്. എന്നാൽ കരുണാമയനായ ദൈവം ആ കപ്പലിനെ നയിച്ചു. അങ്ങനെ അവരെല്ലാവരും സുരക്ഷിതരായി മാർസെയിലെസിൽ എത്തി. പ്രാർത്ഥിക്കുവാനും യേശുവിന്റെ തൃപ്പാദങ്ങൾക്കരികിൽ ഇരിക്കുവാനും ഇഷ്ടപ്പെട്ടിരുന്ന മഗ്ദലന മറിയം ഒരു മലയിലെ ഗുഹയിൽ പോയി ഏകാന്തവാസം ആരംഭിച്ചു. മനുഷ്യരുമായി യാതൊരു സമ്പർക്കവുമില്ലാതെ ഏതാണ്ട് 30 വർഷങ്ങളോളം അവൾ അവിടെ കഴിഞ്ഞു. തങ്ങളുടെ സ്തുതിഗീതങ്ങൾ കേൾപ്പിക്കുവാനായി എല്ലാ ദിവസവും അവൾ മാലാഖമാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ മർത്തയാകട്ടെ തന്റെ ജീവിത വിശുദ്ധിയും കാരുണ്യവും വഴി മാർസലേസിലെ ജനങ്ങളുടെ സ്നേഹത്തിന് ബഹുമാനത്തിനും പാത്രമായി ജീവിച്ചു. അവൾ നല്ലവരായിരുന്ന ചില സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് അഗ്നൻ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി. അവളുടെ കാരുണ്യവും അലിവും അനേകർക്ക് സമ്മാനിച്ചുകൊണ്ട് നീണ്ട കാലത്തോളം അവൾ അവിടെ ജീവിച്ചു. വിശുദ്ധ മരിക്കുന്നതിന് വളരെ മുൻപ് തന്നെ തന്റെ മരണം പ്രവചിച്ചിരുന്നു. ഓഗസ്റ്റ് മാസം 4-നാണ് വിശുദ്ധ മരണമടഞ്ഞത്.